Hello students, next topic is abstract classes. ഇത് നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഹെറിറ്റൻസ് എന്ന കൺസെപ്റ്റിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. എന്താണ് അബ്സ്ട്രാക്ട് ക്ലാസ് എന്നുള്ളത് നമുക്ക് മെല്ലനെ നമുക്ക് അതിലോട്ട് വരാം. ഫസ്റ്റ് നമ്മൾ നേരത്തെ സംസാരിച്ച അതേ കാര്യം തന്നെ പറയാണ്. അതായത് ചില സമയത്ത് നമുക്ക് സൂപ്പർ ക്ലാസ്സസിൽ we just want the super class to declare the structure of a given abstraction. We wanted we doesn't want a proper implementation of methods because ആ സൂപ്പർ ക്ലാസ്സിൽ ചിലപ്പോൾ അങ്ങനെ ഒരു മെത്തേഡ് ഇംപ്ലിമെൻറ്റേഷൻ പോസിബിൾ ആവണമെന്നില്ല. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഫിഗർ എന്ന ആ ഒരു എക്സാമ്പിളിൽ യു വിൽ നോട്ടീസ് ദാറ്റ് നമ്മളൊരു ഫിഗർ ആയിരിക്കുമ്പം ഫിഗർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്തുനിന്ന് ഏരിയ എന്ന് പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് മീനിങ്ഫുൾ അല്ലാന്ന് തന്നെ പറയാം. ഫിഗർ എന്താണെന്ന് അറിയാണ്ട് ഫിഗറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. സോ ഹിയർ ഫിഗർ എന്ന് പറഞ്ഞ ക്ലാസ്സിന് ഇറ്റ് ഡസൻ ഹാവ് എൻ ഐഡിയ അബൌട്ട് വാട്ട് ഇറ്റ് ഇസ്. എന്താണത്, റെക്ടാങ്കിൾ ആണോ, ട്രയാങ്കിൾ ആണോ, ഓർ എനി അതർ ഷേപ്പ്, സ്പെസിഫിക് ഷേപ്പ് എന്താണെന്നുള്ളത് അതിനറിയില്ല. സോ ഇറ്റ് ഡസൻ മേക്ക് സെൻസ് ടു ഹാവ് എ മെത്തേഡ് കോൾ ഏരിയ. പക്ഷെ നമ്മുടെ അബ്സ്ട്രാക്ട് ആയിട്ടൊരു ഇന്റർഫേസ് എന്ന രീതിയിൽ ഇതിനെ ഈ ഒരു മെത്തേഡ് ഉണ്ടാക്കുന്നതാണെങ്കിൽ ദാറ്റ് ഈസ് പോസിബിൾ. ജസ്റ്റ് ഗിവ് സം ഡെഫിനിഷൻ ലൈക്ക് ദിസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. വെറുതെ ആവശ്യം വലിയ ഗുണമൊന്നുമില്ല അതിനെ കൊണ്ട്, പക്ഷെ എന്നാലും ഒരു പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിൽ കൊടുത്താൽ അങ്ങനൊരു മെത്തേഡ് ഉണ്ടെന്ന്, അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്, പക്ഷെ അതിന് കാര്യമായിട്ടുള്ളൊരു ഫങ്ഷനാലിറ്റി ഇല്ല. ഇവിടെ ഒരു ഫങ്ഷനാലിറ്റി ഉണ്ടായിട്ടും കാര്യമില്ല. ഫിഗർ എന്ന് പറയുന്ന ക്ലാസ്സിന്റെ അകത്ത് ഏരിയ എന്ന് പറഞ്ഞ മെത്തേഡ് ഒരു ഫങ്ഷനാലിറ്റി ഇല്ല. പക്ഷെ ഡെഫിനറ്റ്ലി വി നോ വെൻ എ ഫിഗർ ബിക്കംസ് എ റെക്ടാങ്കിൾ or when a figure becomes a triangle, it has an area method. A triangle have an area method. Rectangle have an area method, and it has a specific formula for that also to find the area. Triangle ആയാലും റെക്ടാങ്കിൾ ആയാലും. പക്ഷെ ഫിഗറിനത് അങ്ങനെ ഒരു മെത്തേഡ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ വി വാണ്ടഡ് ദ ഫിഗർ ടു ജസ്റ്റ് ഡിക്ലെയർ സച്ച് എ മെത്തേഡ്, ഓർ വി വാണ്ടഡ് ദ ഫിഗർ ടു സ്പെസിഫൈ ദാറ്റ്, സ്പെസിഫിക്കേഷൻ ആണ് ഇവിടെ, സ്പെസിഫൈ ദാറ്റ് സച്ച് എ മെത്തേഡ് ഷുഡ് ബി ദെയർ ഓർ സച്ച് എ മെത്തേഡ് ഇസ് ദെയർ എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ജസ്റ്റ് നെയിം സേക്കിന് വേണ്ടിയിട്ടൊരു മെത്തേഡ് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഈ പറഞ്ഞ രീതിയിൽ, ഈ ഇവിടുത്തെ ഫിഗർ ക്ലാസിൻ്റെ അകത്ത് ഏരിയ എന്ന് പറഞ്ഞ മെത്തേഡ് എന്ന രീതിയിൽ. ഓക്കെ, സോ let us come back to abstract class. So if you want to define a superclass that declares the structure of a given abstraction, so ഇത് ആക്ച്വലി ഈ സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോം ആയിരിക്കും. ജനറലൈസ്ഡ് ആയിട്ടുള്ള ഫോം എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ഷന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിലാണ് ഇരിക്കുക. ഓക്കെ, കംപ്ലീറ്റ് ഇംപ്ലിമെന്റേഷൻ ഇങ്ങനെയുള്ള സൂപ്പർ ക്ലാസിന്റെ അകത്ത് കുറവായിരിക്കും. കാര്യമായിട്ടുള്ള ഇംപ്ലിമെന്റേഷൻസ് ഒക്കെ വരുന്നത് സബ് ക്ലാസ്സിലായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഓവർ റൈഡിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ വന്നത്. റൈറ്റ്, ഓവർ റൈഡിംഗിൽ സബ് ക്ലാസ്സിന് അതിൻ്റെതായ സ്പെഷ്യലൈസ്ഡ് മെത്തേഡ്സ് ഉണ്ടാവാം, വിച്ച് ഹാസ് ദ സെയിം നെയിം ആസ് എ സൂപ്പർ ക്ലാസ്സസ് മെത്തേഡ്, ബട്ട് ഇറ്റ് ഹാസ് ഡിഫറെന്റ് ഇംപ്ലിമെന്റേഷൻ. സബ് ക്ലാസ്സിന് അതിൻ്റെതായ ഇംപ്ലിമെന്റേഷൻസ് ആവും. പക്ഷെ സൂപ്പർ ക്ലാസ് സ്പെസിഫൈ ചെയ്യും ഇതൊക്കെ മെത്തേഡ്സ്, ഈ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് സ്പെസിഫൈ ചെയ്യും. So that is sometimes you will want to create a superclass that only defines the generalized form that will be shared by all of its subclasses. So ആ ഒരു ജനറലൈസ്ഡ് ഫോം, ഇപ്പോൾ ഈ കേസിൽ ഏരിയ എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇംപ്ലിമെന്റ് ചെയ്യാം, നിങ്ങളുടേതായ രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് ആ ഫിഗർ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ് സ്പെസിഫൈ ചെയ്യുന്നു. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് എ സ്പെസിഫിക്കേഷൻ ദാറ്റ് there's a method called area and you can also give us your own implementation for it. ഓക്കെ, ആരുടെ അടുത്ത് പറയും, സബ് ക്ലാസസിന്റെ അടുത്ത് പറയുന്ന ഒരു സ്പെസിഫിക്കേഷൻ ആണ് ഈ സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നത്. സോ ലീവിംഗ് ഇറ്റ് ഈ സബ് ക്ലാസ് ടു ഫിൽ ഇൻ ദ ഡീറ്റെയിൽസ്. സോ ഡീറ്റെയിൽസ് സ്പെസിഫൈ ചെയ്യുന്നത് സബ് ക്ലാസ് ആണ്. ഓക്കെ, സൂപ്പർ ക്ലാസ് ജസ്റ്റ് ഗിവ്സ് ദി അബ്സ്ട്രാക്ഷൻ, എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രം. ഏത് രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് സബ് ക്ലാസ് ആണ്. So such a class determines the nature of the methods that the subclasses must implement. അതെ, അങ്ങനെ സൂപ്പർ ക്ലാസ് ആക്ച്വലി ഇറ്റ് ജസ്റ്റ് ഗിവ്സ് എ സ്പെസിഫിക്കേഷൻ, ഇറ്റ് ജസ്റ്റ് ഗിവ്സ് ദ സ്പെസിഫൈ ദ നേച്ചർ ഓഫ് ദ മെത്തേഡ്സ് that the subclasses must implement. And നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില സിറ്റുവേഷൻസിൽ ഒരു മീനിങ് ഫുൾ ഇംപ്ലിമെന്റേഷൻ
കൊടുക്കാൻ ബുദ്ധിമുട്ടും. ഈ ഫിഗർ എന്ന് പറയുന്ന കേസിൽ നമ്മൾ കണ്ടു മീനിങ്ഫുൾ ഇംപ്ലിമെന്റേഷൻ, ഏരിയ എന്ന് പറഞ്ഞ മെത്തേഡിന് മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ കൊടുക്കാൻ പറ്റിയില്ല. ഓക്കെ, ജസ്റ്റ് ഒരു പ്ലേസ് ഹോൾഡർ എന്ന രീതിയിൽ ഒരു ഏരിയ മെത്തേഡ് കൊടുത്തു എന്നേ ഉള്ളൂ. അതിന് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുലയൊന്നും ഇല്ല. ഇറ്റ് വിൽ ജസ്റ്റ് ഡിസ്പ്ലേ സംതിങ് അല്ലെ, അൺഡിഫൈൻഡ് ആണെന്ന് പറഞ്ഞിട്ട്, ഏരിയ ഇസ് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്യും. രണ്ട് രീതിയിൽ നമുക്ക് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, എങ്ങനെ? വൺ വേ നമ്മൾ നേരത്തെ ഹാൻഡിൽ ചെയ്ത പോലെ വെറുതെ ഒരു നെയിം സേക്കിന് ഒരു ഡെഫിനേഷൻ കൊടുക്കുന്നത്, ജസ്റ്റ് റിപ്പോർട്ട് എ വാർണിംഗ് ദാറ്റ് ഇറ്റ് ഈസ് അൺഡിഫൈൻഡ്. ചില സമയത്ത് ഇത് യൂസ്ഫുൾ ആണ്, ചില സമയത്ത് നമുക്ക് അത് ഡീബഗിങ് പേർപ്പസിനൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ അത് എപ്പോഴും അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു, ഇറ്റ് ഈസ് നോട്ട് an appropriate way of implementation. Okay, so what we can do is we can go for abstract methods. Java's solution to this problem is abstract methods. പിന്നെ ചില സിറ്റുവേഷൻ നമുക്ക് ഈ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് നമ്മൾ അതിലോട്ട് വരുന്നതിന് മുന്നേ ചില സിറ്റുവേഷനിൽ ഈ ഫിഗറിന്റെ കേസിൽ ഏരിയ എന്ന് പറഞ്ഞ മെത്തേഡ് നിർബന്ധമായിട്ടും ഈ ട്രയാങ്കിൾ അല്ലെങ്കിൽ റെക്ടാങ്കിൾ നിർബന്ധമായിട്ടും അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. അല്ലാതെ റെക്ടാങ്കിളിന് വിചാരിക്കാൻ പറ്റില്ല അത് ഓൾറെഡി സൂപ്പർ ക്ലാസ്സിൽ ഉണ്ടല്ലോ പിന്നെ അത് വിളിച്ചാൽ പോരെ എന്ന് അങ്ങനെയുള്ളൊരു തോന്നൽ ഉണ്ടാവാൻ പറ്റില്ല. അതേപോലെ തന്നെ ട്രയാങ്കിളിനും അത് സൂപ്പർ ക്ലാസ്സിലുണ്ടല്ലോ, ഫിഗർ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സിൽ ഏരിയ എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ടല്ലോ, അത് വിളിച്ചാൽ പോരെ, എന്തിനാ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യം എന്നുള്ള തോന്നൽ ആ പ്രോഗ്രാമറിന് ഉണ്ടാവാൻ പറ്റില്ല. പ്രോഗ്രാമറിന് നിർബന്ധമായിട്ടും ആ ഏരിയ മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തേ മതിയാവൂ. ബിക്കോസ് ഈ ട്രയാങ്കിളിന്റെ കേസിലായാലും റെക്ടാങ്കിളിന്റെ കേസിലായാലും ഏരിയ മെത്തേഡ് വിളിക്കുമ്പോൾ ഫിഗറിന്റെ ഏരിയ മെത്തേഡാണ് വിളിച്ചതെങ്കിൽ, ഫിഗർ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസിന്റെ ഏരിയ മെത്തേഡാണ് വിളിച്ചതെങ്കിൽ അത് മീനിങ്ലെസ് ആണ്. ആക്ച്വലി ആ ഫിഗർ എന്ന് പറയുന്ന ക്ലാസിന്റെ അതിലെ ഏരിയ മെത്തേഡ് മീനിങ്ലെസ് മെത്തേഡാണ്. റൈറ്റ്, മെസ്സി ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടതാണല്ലോ. ഇറ്റ് ഈസ് എ മീനിങ്ലെസ് മെത്തേഡ്. അതായത് ജസ്റ്റ് സേസ് ഏരിയ ഫോർ ഫിഗർ ഇസ് അൺഡിഫൈൻഡ്. ഇങ്ങനെ ഒരു മെത്തേഡിന്റെ ആവശ്യമേ ഇല്ല, നമുക്ക് ഒരു പണിയും ചെയ്യാത്തൊരു മെത്തേഡാണ്. വെറുതെ ഒന്ന് പ്രിന്റ് ചെയ്യാണ്, ഒരു ആവശ്യമില്ലാണ്ട് എന്തോ ഒന്ന് പ്രിന്റ് ചെയ്യാണ്. സോ നിർബന്ധമായിട്ടും റെക്ടാങ്കിൾ ആയാലും ട്രയാങ്കിൾ ആയാലും ഇതിനെ ഓവർറൈഡ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ അതിനൊരു മീനിങ്, ഇറ്റ് ഹാസ് സം മീനിങ്. റൈറ്റ്, ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനും റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനൊക്കെ മീനിങ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ഏരിയ എന്ന് പറഞ്ഞ മെത്തേഡ് ഡിഫൈൻ ചെയ്തിരിക്കണം. സോ സംടൈംസ് യു വാണ്ടഡ് ടു എൻഷുർ ദാറ്റ് എ സബ് ക്ലാസ് overrides a method of a superclass. We want to ensure. ആ കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ആണ് ഈ അബ്സ്ട്രാക്ട് മെത്തേഡ്. ഓക്കെ, സോ യു ക്യാൻ റിക്വയർ ദാറ്റ് certain methods be overridden by subclasses. So you can make sure that certain methods are overridden by subclasses. എങ്ങനെയാ മേക്ക് ഷുവർ ചെയ്യാം? സൂപ്പർ ക്ലാസിന്റെ അകത്ത് അങ്ങനെയുള്ള മെത്തേഡ്സിനൊക്കെ നമ്മളൊരു ടൈപ്പ് മോഡിഫയർ കൊടുക്കും. വാട്ട്സ് എ ടൈപ്പ് മോഡിഫയർ? അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ട് വി സ്പെസിഫൈ ദാറ്റ് these methods are just abstract methods. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? വേഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന രീതിയിൽ മാത്രമാണിത്. ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ഇവിടെ ഇല്ല, ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ഇതിന്റെ സബ് ക്ലാസ്സിലാണ് ഉണ്ടാവുക എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ നമ്മൾ സൂപ്പർ ക്ലാസിന്റെ അകത്ത് കൊടുക്കുവാണ്. സോ അങ്ങനെയുള്ള ഇൻഡിക്കേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് പറഞ്ഞാൽ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ടാണ് കൊടുക്കുക. ഇറ്റ്സ് എ ടൈപ്പ് മോഡിഫയർ. ഓക്കെ, സോ ദീസ് മെത്തേഡ്സ് ആർ സംടൈംസ് റിഫേർഡ് ടു ആസ് സബ് ക്ലാസ് റെസ്പോൺസിബിലിറ്റി. ഇതിനെ നമ്മൾ പറയാം സബ് ക്ലാസിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന്. അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഡിക്ലെയർ ചെയ്ത് സൂപ്പർ ക്ലാസ്സിൽ ഡിക്ലെയർ ചെയ്തതാണെങ്കിൽ അതിന്റെ അർത്ഥം അത് ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആരുടെ കയ്യിലാണ്? സബ് ക്ലാസസിന്റെ കയ്യിലാണ്. സബ് ക്ലാസസ് ഷുഡ് ഡു ഇറ്റ്. ഓക്കെ, ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനി ഇംപ്ലിമെന്റേഷൻ ഇൻ ദ സൂപ്പർ ക്ലാസ്. Thus a subclass must override the must ആണ് ഇവിടെ. Okay, there is no concession in that. Must override. വേണമെങ്കിൽ ഓവർറൈഡ് ചെയ്യാം എന്നുള്ള ഒരു, വേണമെങ്കിൽ ഓവർറൈഡ് ചെയ്യാം എന്നല്ല ഇവിടെ, ഇറ്റ് മസ്റ്റ് ഓവർറൈഡ്. So it cannot simply use a version defined in the superclass. So അതിന്റെ അർത്ഥം എന്താ? മസ്റ്റ് ഓവർറൈഡ് എന്ന് പറഞ്ഞാൽ അതിന് സൂപ്പർ ക്ലാസിന്റെ വേർഷൻ യൂസ് ചെയ്യാൻ ഇച്ചിരി ലേസി ആയിട്ട്, ഓക്കെ ഞാൻ സൂപ്പർ ക്ലാസിന്റെ വേർഷൻ യൂസ് ചെയ്യാം
ഞാൻ ഓൺ ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നില്ല എന്ന് പ്രോഗ്രാമറിന് കരുതാൻ പറ്റില്ല. ഓക്കെ, സോ to declare an abstract method, this is the general form. Abstract എന്ന് പറഞ്ഞാൽ കീവേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും മെത്തേഡ് ഡിക്ലെയർ ചെയ്യുമ്പം abstract കീവേഡ് യൂസ് ചെയ്യണം. അതുകൂടാതെ method doesn't have a body also. You can just note method doesn't have a body. ബോഡി ഉണ്ടോ? ഇല്ല. സെമികോളൻ വെച്ചിട്ട് ഇവിടെ എൻഡ് ചെയ്യാണ്. ബോഡി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ലേ, റൈറ്റ്? ഈ സെമികോളൻ ഉണ്ടാവില്ല, റൈറ്റ്? എന്നിട്ട് ഇങ്ങനെയാണ് ബോഡി ഉണ്ടാവുക. ഇവിടെ ബോഡി ഇല്ല. മെത്തേഡ് ഡസന്റ് ഹാവ് എ ബോഡി. ക്യാൻ സി സെമികോളൻ വെച്ചിട്ട് മെത്തേഡ് എൻഡ് ചെയ്യാണ് ഇവിടെ. നോ മെത്തേഡ് ബോഡി ഈസ് പ്രസന്റ്. Any class that contains one or more abstract methods must also be declared abstract. So abstract methods നമ്മുടെ സൂപ്പർ ക്ലാസിന്റെ അകത്ത് ഡിഫൈൻ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്നതാണെങ്കിൽ, ഡിക്ലെയർ എന്നാ പറയാതല്ലേ, ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ കോഡ് കൊടുക്കുമ്പോഴാണ് ഡെഫിനേഷൻ എന്ന് പറയും. സോ അബ്സ്ട്രാക്ട് മെത്തേഡ് ഡിക്ലെയർ ചെയ്യുന്നതാണെങ്കിൽ ഒന്നിലധികമോ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് എങ്കിലും നമ്മുടെ സൂപ്പർ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ആ മൊത്തം ക്ലാസ്സും അബ്സ്ട്രാക്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. ആ ക്ലാസ്സിനെ മുഴുവനായിട്ട് അബ്സ്ട്രാക്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, സോ എങ്ങനെയാണ് ക്ലാസ്സിന് അബ്സ്ട്രാക്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം? സോ ക്ലാസ്സിന് അബ്സ്ട്രാക്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യണം. ക്ലാസിന്റെ പേരിന്റെ ക്ലാസ് എന്ന് പറയുന്ന ആ കീവേഡിന് തൊട്ട് മുന്നേ അബ്സ്ട്രാക്ട് എന്ന് കൊടുക്കണം. ഓക്കെ, so to declare a class abstract, you simply use the abstract keyword in front of the class keyword at the beginning of the class declaration. So ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. ആൻഡ് ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ഈ അബ്സ്ട്രാക്ട് ക്ലാസസിന്റെ ഒബ്ജക്ട്സ് ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ടാണ്? കമ്പൈലറും അതിനെ റിസ്ട്രിക്ട് ചെയ്യും. കമ്പൈലർ വിൽ നോട്ട് അലൗ ഇറ്റ്. അതുകൂടാതെ നമ്മൾ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒബ്ജക്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലല്ല അതിനെ നമ്മൾ ആ ക്ലാസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്തുള്ള ചില മെത്തേഡ്സിന് ഇംപ്ലിമെന്റേഷൻ ഇല്ല. സോ അതിനെ നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ആ മെത്തേഡ്സ് വിളിക്കുന്നതാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ലെസ്. ആ മെത്തേഡ്സിന് ഇംപ്ലിമെന്റേഷൻ ഇല്ല അതിൻ്റെ അകത്ത്. സോ അത് അങ്ങനെയുള്ള ഒബ്ജക്ട്സ് ഉണ്ടാക്കാൻ സമ്മതിക്കാത്തതാണ് നല്ലത്. അതുകൊണ്ടാണ് ജാവയിലെ ജാവയിലെന്നല്ല, എനിക്കൊന്ന് C++ലൊക്കെ ഇങ്ങനെ തന്നെയാണ്, അബ്സ്ട്രാക്ട് ക്ലാസസിന്റെ ഒബ്ജക്ട്സ് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് ക്ലാസിന്റെ അകത്ത് കൺസ്ട്രക്ടേഴ്സും ഉണ്ടാവില്ല. ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ കൺസ്ട്രക്ടേഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. കൺസ്ട്രക്ടേഴ്സ് വിളിക്കുന്നത് എപ്പോഴാണ്? ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തല്ലേ, റൈറ്റ്? സോ കൺസ്ട്രക്ടേഴ്സ് ഉണ്ടാവില്ല, സ്റ്റാറ്റിക് മെത്തേഡ്സും ഉണ്ടാവില്ല. ഓക്കെ, അബ്സ്ട്രാക്ട് ആയിട്ടുള്ള സ്റ്റാറ്റിക് മെത്തേഡ്സും ഉണ്ടാവില്ല. Any subclass of an abstract class must either implement all of the abstract methods in the superclass or be itself declared abstract. So ഈ abstract classന്റെ സബ് ക്ലാസ് ആയിട്ട് നമ്മൾ വേറൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്നതാണെങ്കിൽ, ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ, ആ സബ് ക്ലാസ് എന്താണ് നിർബന്ധമായിട്ടും ഈ സൂപ്പർ ക്ലാസിന്റെ അകത്തുള്ള എല്ലാ അബ്സ്ട്രാക്ട് മെത്തേഡ്സും ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്യുന്ന വെച്ചാൽ അതിന് കറക്റ്റ് കോഡ് കൊടുക്കണം, ഇംപ്ലിമെന്റേഷൻ കൊടുക്കണം. അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ അതിന് കോഡില്ല. സോ സബ് ക്ലാസ് അതിന്റെ കോഡ് കൊടുക്കണം, നിർബന്ധമായിട്ട് കൊടുക്കണം. കൊടുക്കുന്നില്ലെങ്കിൽ then that subclass also should be declared as abstract. ഓക്കെ, സോ ഞാൻ ഇപ്പൊ കേസിൽ എ എന്ന് പറയുന്ന ക്ലാസ് ആണ് നമ്മളെ സൂപ്പർ ക്ലാസ്. സോ എ എന്ന് പറയുന്ന ക്ലാസ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഈ അബ്സ്ട്രാക്ട് ക്ലാസിന്റെ സബ് ക്ലാസ് ആയിട്ട് ഞാൻ ബി ഉണ്ടാക്കുകയാണെങ്കിൽ, ഈ ബിന്റെ അകത്ത് എന്റെ എല്ലാ അബ്സ്ട്രാക്ട് മെത്തേഡ്സും ഡിഫൈൻ ചെയ്തിരിക്കണം. അതായത് ഇംപ്ലിമെന്റേഷൻ കൊടുത്തിരിക്കണം, കോഡ് കൊടുത്തിരിക്കണം. അഥവാ കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ ഈ ബീനിയും എന്താക്കണം? ബീനിയും നമ്മൾ അബ്സ്ട്രാക്ട് ആക്കണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ കാണാം അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. ഇവിടെ എ എന്ന് പറയുന്ന ക്ലാസ് അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. അതിൻ്റെ അകത്തൊരു അബ്സ്ട്രാക്ട് മെത്തേഡ് കൊടുത്തിട്ടുണ്ട്, കോൾ മീ മെത്തേഡ്. ഇറ്റ്സ് അബ്സ്ട്രാക്ട് മെത്തേഡ്. യു ക്യാൻ സി നോ ഡെഫിനേഷൻ ഇല്ല, സെമികോളം വെച്ച് എൻഡ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇങ്ങനെ കൊടുത്താൽ എന്താ അർത്ഥം? ഈ അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഷുഡ് ബി ഡിഫൈൻഡ് ഇൻ ദ സബ് ക്ലാസ്, നിർബന്ധമായിട്ടും. അഥവാ സബ് ക്ലാസ്സിന് അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സബ് ക്ലാസ്സിനെയും അബ്സ്ട്രാക്ട് ആക്കിയിട്ട് മാറ്റണം. ഓക്കെ,
സോ ഹിയർ വി ഹാവ് എ abstract ക്ലാസ്സിനകത്ത് എല്ലാം abstract മെത്തേഡ്സ് ആവണമെന്ന് നിർബന്ധമില്ല. abstract ക്ലാസ്സിന് വേണമെങ്കിൽ ചില മെത്തേഡ്സ് ഒക്കെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ this is a method that have a concrete implementation. This is a concrete method, call me to. ഇനി ബി എന്ന് പറയുന്ന സബ് ക്ലാസ് ആണ് വിച്ച് ഓഫ് എ എന്ന് പറയുന്ന abstract ക്ലാസിന്റെ സബ് ക്ലാസ് ആണ് ബി. സോ കോൾ മീ നിർബന്ധമായിട്ട് ഇവിടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം, അതായത് കോഡ് കൊടുത്തിരിക്കണം. സോ ഇവിടെ കോൾ മീന്റെ കോഡ് കൊടുത്തിരിക്കുകയാണ്. ജസ്റ്റ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. പിന്നെ abstract ഡെമോ എന്ന് പറയുന്ന വേറൊരു ക്ലാസിന്റെ അകത്ത് നമ്മൾ മെയിൻ മെത്തേഡിന്റെ അകത്ത് ബിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കണു, എന്നിട്ട് കോൾ മീയും കോൾ മീ ടു ഒക്കെ വിളിക്കുന്നു. സോ ബി വഴി നമുക്ക് കോൾ മീ വിളിക്കാം, ബി വഴി കോൾ മീ ടൂവും വിളിക്കാം. കോൾ മീ ടു ഇസ് ആക്ച്വലി എ മെത്തേഡ് ഓഫ് ഇറ്റ്സ് സൂപ്പർ ക്ലാസ്. പക്ഷെ വിളിക്കുന്നതിന് പ്രശ്നമില്ല. സബ് ക്ലാസ് വിൽ ഗെറ്റ് ഓൾ ദ മെത്തേഡ്സ് ഓഫ് ഇറ്റ്സ് സൂപ്പർ ക്ലാസ്. So we can see that all the abstract classes cannot be used to instantiate objects. നമുക്ക് abstract class വെച്ചിട്ട് objects create ചെയ്യാൻ പറ്റില്ല. അതായത് a equal to new a. ഓക്കെ, ഇങ്ങനെ a എന്ന് പറയുന്ന a ആണല്ലോ നമ്മളെ abstract class. ഇത് വെച്ചിട്ട് നമുക്ക് ഒബ്ജക്ട്സ് ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ നമുക്ക് we can use it to just create references. ഇങ്ങനെ വെറുതെ റെഫറൻസസ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം, എന്നിട്ട് അതിലോട്ട് നമുക്ക് സബ് ക്ലാസിന്റെ ഒബ്ജക്ട്സ് സ്റ്റോർ ചെയ്യാം. ഇത് പറ്റും. this is possible. ഇത് പോസിബിൾ ആണ്. this is possible. റെഫറൻസസ് ഉണ്ടാക്കിയിട്ട് റെഫറൻസിലോട്ട് നമുക്ക് സബ് ക്ലാസിന്റെ ഒബ്ജക്ട്സിലോട്ട് റെഫറൻസിന് നമുക്ക് സബ് ക്ലാസിന്റെ ഒബ്ജക്ട്സിലോട്ട് പോയിന്റ് ചെയ്യിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് റൺ ടൈം പോളിമോർഫിസം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ്, സൂപ്പർ ക്ലാസിന്റെ റെഫറൻസസ് വെച്ചിട്ട്. സോ ഇവിടെ ഫിഗർ എന്ന് പറയുന്ന ക്ലാസ്സിനെ നമ്മൾ നേരത്തെ ഏരിയ എന്ന് പറഞ്ഞ മെത്തേഡില്ലേ, അതിനെ നമ്മൾ സബ് അബ്സ്ട്രാക്ട് ആക്കി മാറ്റുകയാണ്. അതിനകത്ത് കാര്യമായിട്ട് ഇംപ്ലിമെന്റേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അതൊരു ഫിഗർ എന്താണെന്ന് അറിയാണ്ട് നമുക്ക് ഫിഗറിന്റെ ഏരിയ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ ഹിയർ അതിന് അങ്ങനെ ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ്, ആ ഏരിയ മെത്തേഡിനെ അബ്സ്ട്രാക്ട് ആക്കുന്നത് കൊണ്ട് തന്നെ ഈ ക്ലാസ്സിനെ നമ്മൾ അബ്സ്ട്രാക്ട് ആക്കണം. ഏതും അറ്റ്ലീസ്റ്റ് ഒരു മെത്തേഡെങ്കിലും അബ്സ്ട്രാക്ട് ആണെങ്കിൽ ക്ലാസ്സിനെ നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ് ആക്കി മാറ്റണം. സോ അബ്സ്ട്രാക്ട് ക്ലാസ് ആക്കി, പിന്നെ റെക്ടാങ്കിൾ എന്ന് പറയുന്ന സബ് ക്ലാസ് ഓഫ് ഫിഗർ ആൻഡ് ദെൻ ഏരിയ മെത്തേഡ് അതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ സോ നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യത്തിൽ ഐ എം ഗോയിങ് ടു ഗിവ് എ ഡെഫിനിഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു അബ്സ്ട്രാക്ട് ക്ലാസ് ആണെങ്കിൽ യു കനോട്ട് ക്രിയേറ്റ് ഒബ്ജക്ട്സ്, ദാറ്റ്സ് ഫൈൻ. യു കനോട്ട് ഡിക്ലെയർ അബ്സ്ട്രാക്ട് കൺസ്ട്രക്ടേഴ്സ് എന്നാണ് കേട്ടോ. അതായത് കൺസ്ട്രക്ടേഴ്സ് ഒരിക്കലും നമുക്ക് അബ്സ്ട്രാക്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ കൺസ്ട്രക്ടേഴ്സ് ഉണ്ടാവുന്നതിന് ഒരു കുഴപ്പമില്ല. അബ്സ്ട്രാക്ട് ക്ലാസ് ക്യാൻ ഹാവ് കൺസ്ട്രക്ടേഴ്സ്, ബട്ട് ഇറ്റ് കനോട്ട് ഹാവ് അബ്സ്ട്രാക്ട് കൺസ്ട്രക്ടേഴ്സ്. അതായത് കൺസ്ട്രക്ടേഴ്സിന്റെ ഇംപ്ലിമെന്റേഷൻ ആ ക്ലാസ് തന്നെ നിർബന്ധമായിട്ടും ചെയ്തോളണം. ഏത് ക്ലാസ് ആണോ ആ ക്ലാസ് തന്നെ നിർബന്ധമായിട്ട് ചെയ്തോളണം. അല്ലാതെ അതിന് സബ് ക്ലാസിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ കൺസ്ട്രക്ടേഴ്സ് കനോട്ട് ബി അബ്സ്ട്രാക്ട് കൺസ്ട്രക്ടേഴ്സ്. അല്ലാതെ കൺസ്ട്രക്ടേഴ്സ് ഉണ്ടാകും. നേരത്തെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. സോ ദാറ്റ് ഈസ് ആക്ച്വലി എ കറക്ഷൻ ഓവർ ദാറ്റ്. ഓക്കെ, അബ്സ്ട്രാക്ട് കൺസ്ട്രക്ടേഴ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ അബ്സ്ട്രാക്ട് സ്റ്റാറ്റിക് മെത്തേഡ്സും ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, സോ നമ്മളിവിടെ കൺസ്ട്രക്ടർ വഴിയാണ് സൂപ്പർ ക്ലാസിന്റെ കൺസ്ട്രക്ടറാണ് ഇവിടെ വിളിക്കപ്പെടുന്നത്. ഓക്കെ, കൺസ്ട്രക്ടർ ഉണ്ടാവുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. സൂപ്പർ ക്ലാസ് which is an abstract class can have a constructor. Okay, then you have area method. ഏരിയ മെത്തേഡ് ഇവിടെ റെക്ടാങ്കിളിന്റെ കേസിൽ എന്താണ് ഫോർമുല അത് യൂസ് ചെയ്യുന്നു. ഇനി ട്രയാങ്കിളിന്റെ കേസിലാണെങ്കിൽ ട്രയാങ്കിൾ ക്ലാസിന്റെ ആണെങ്കിൽ അവിടെയും ഏരിയ മെത്തേഡ് നിർബന്ധമായിട്ടും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം.
and it uses its own formula for it. And here you can see ഇവിടെ abstract areas എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ്സിൻ്റെ അകത്ത് മെയിൻ മെത്തേഡ് ഉണ്ട്. മെയിൻ മെത്തേഡിൽ ഫിഗർ എഫ്, ഇത് ഫിഗർ എഫ് ഇക്വൽ ടു ന്യൂ ഫിഗർ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇറ്റ് ഇസ് ജസ്റ്റ് കമന്റ് ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടോ, കമന്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് അത് ഇല്ലീഗലാണ്, എക്സെപ്ഷൻ കമ്പൈലർ വിൽ ഗിവ് എ എറർ. പിന്നെ ഇതൊക്കെ ചെയ്യാം, എന്തായാലും ചെയ്യാമല്ലോ, ഇതും ചെയ്യാം. ഇതും ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. റെഫറൻസ് വേരിയബിൾ ഉണ്ടാക്കാം. റെഫറൻസ് വേരിയബിളിലോട്ട് സബ് ക്ലാസിന്റെ ഒബ്ജക്ട്സ് കൊണ്ടുപോയിട്ട് ഇടുന്നതിനും കുഴപ്പമില്ല. അല്ലെങ്കിൽ റെഫറൻസ് വേരിയബിൾ ക്യാൻ പോയിന്റ് ടു സബ് ക്ലാസ് ഒബ്ജക്ട്സ്, അങ്ങനെ ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ ഹിയർ ഫിഗർ ഓഫ് ഡോട്ട് ഏരിയ വിളിക്കാം. സോ ഏതിലോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിന്റെ മെത്തേഡ് ഏരിയ മെത്തേഡാണ് വിളിക്കുക. സോ ഇത് ഫിഗർ ഓഫ് ഏതിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്? ആർ എന്ന് പറയുന്നത് ഏതാണ്? റെക്ടാങ്കിൾ ആണ്, റൈറ്റ് അല്ലെ? ആർ റെക്ടാങ്കിൾ ആണ്. സോ റെക്ടാങ്കിൾ ടൈപ്പ് ഒബ്ജക്റ്റിന്റെ ഏരിയ മെത്തേഡാണ് വിളിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച്, അതാണിത്, റൈറ്റ്? ദിസ് വൺ. വിച്ച് ഏരിയ മെത്തേഡ് ഷുഡ് ഗെറ്റ് കോൾഡ് വിൽ ബി ഡിസൈഡഡ് by checking which is the object to which the reference variable is pointing to which is the object to which the reference variable is pointing to rectangle object. So rectangle ന്റെ ഏരിയ മെത്തേഡ് ആണ് വിളിക്കുക. ഈ കേസിൽ ട്രയാങ്കിളിന്റെ ഏരിയ മെത്തേഡ് ആണ് വിളിക്കുക. ബിക്കോസ് ഫിഗർ ഓഫ് ഇസ് നൗ പോയിന്റിംഗ് ടു ട്രയാങ്കിൾ ഒബ്ജക്ട്, റൈറ്റ്? ട്രയാങ്കിൾ ഒബ്ജക്റ്റിലോട്ടാണ് ഇത് പോയിന്റ് ചെയ്യുന്നത്. Okay, so this is about abstract class, abstract method. Okay, so നമ്മൾ പറഞ്ഞു abstract class ആണെങ്കിൽ abstract classന്റെ objects ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ abstract classന്റെ അകത്ത് constructor ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ constructor cannot be an abstract constructor. abstract constructor ആവാൻ പറ്റില്ല. abstract constructor എന്നാൽ എന്താ? സബ് ക്ലാസിന്റെ അടുത്ത് സബ് ക്ലാസ്സിന് കൺസ്ട്രക്ടറിന്റെ ഒരു ക്ലാസ് അവനവന്റെ ഇനീഷ്യലൈസേഷൻ, അവനവന്റെ വേരിയബിൾസ് ഇനീഷ്യലൈസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി അടുത്ത ക്ലാസ്സിന് കൊടുക്കാൻ പറ്റില്ല. അതായത് സബ് ക്ലാസ്സിന് കൊടുക്കാൻ പറ്റില്ല, അവനവൻ തന്നെ അത് ചെയ്തിരിക്കണം. സോ അബ്സ്ട്രാക്ട് ക്ലാസ് ആണെങ്കിൽ പോലും അബ്സ്ട്രാക്ട് ക്ലാസ് cannot have abstract constructor, cannot have abstract static method also. ഓക്കെ, പിന്നെ ഒബ്ജക്ട്സ് ഉണ്ടാക്കാൻ പറ്റില്ല, ദാറ്റ് ഇസ് അനദർ റിസ്ട്രിക്ഷൻ. പിന്നെ അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്താണെങ്കിൽ അബ്സ്ട്രാക്ട് ക്ലാസിന്റെ സബ് ക്ലാസ് നിർബന്ധമായിട്ടും സൂപ്പർ ക്ലാസ്സിലുള്ള എല്ലാ അബ്സ്ട്രാക്ട് മെത്തേഡ്സും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ, നൗ ദിസ് ഇസ് ദി എൻഡ് ഓഫ് ദിസ് ടോപ്പിക്, abstract class.